എന്തൊക്കെയുണ്ട് മക്കളെ, എല്ലാവർക്കും സുഖമായിട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കുമായിട്ടാണ്. അപ്പോൾ നിങ്ങൾ B1 B2 വിസ എപ്പോഴും തുടർച്ചയായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. ഒരു വർഷം തന്നെ മൾട്ടിപ്പിൾ ട്രിപ്പ് പോകുന്ന ഓരോ ട്രിപ്പ് പോകുമ്പോൾ നിങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോൾ റെഡ് ഫ്ലാഗ്സിനെ കുറിച്ച് വറീഡാണോ, കസ്റ്റംസ് ബോർഡർ പ്രൊട്ടക്ഷൻ്റെ ക്വസ്റ്റ്യൻസിനെ കുറിച്ച് വറീഡാണോ എയർപോർട്ടിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ ഈ പോസിബിൾ റെഡ് ഫ്ലാഗ്സ്, അതായത് മൾട്ടിപ്പിൾ ടൈംസ് ഇയറിൽ ട്രാവൽ ചെയ്യുന്ന ഫ്രീക്വൻ്റ് ആയിട്ടുള്ള ട്രാവലേഴ്സ് B1 B2 വിസ വെച്ചിട്ട് അടിക്കടി ട്രിപ്പ് പോകുന്ന ആൾക്കാർക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും ചെയ്യേണ്ടതാത്ത കാര്യങ്ങളെക്കുറിച്ചുമാണ് ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പരാമർശിക്കാൻ പോകുന്നത്. സോ വീഡിയോ മുഴുവനായിട്ട് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുവരെയുള്ള സപ്പോർട്ടിനെല്ലാം നന്ദി. അപ്പോൾ നമുക്ക് വേറെ വീഡിയോയിലേക്ക് പോകാം. സോ അപ്പോൾ ആരാണ് ഒരു ഫ്രീക്വന്റ് ട്രാവലർ? കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷന്റെ ദൃഷ്ടിയിൽ, അവരുടെ ഒരു ലുക്കിൽ ആരാണ് ഒരു ഫ്രീക്വന്റ് ട്രാവലർ? ഒരു വർഷം തന്നെ മൾട്ടിപ്പിൾ ട്രിപ്സ് US പോകുന്നവർ. ഓരോ ട്രിപ്പിലും അവരുടെ താമസദൈർഘ്യം വളരെ കുറവായിരിക്കും. ചിലപ്പോൾ 2 ആഴ്ച അല്ലെങ്കിൽ 1 മാസമൊക്കെ താമസിച്ചിട്ട് പോയിട്ട് പിന്നെയും 6 മാസം കഴിയുമ്പോഴത്തേക്ക് അവർ വരുന്നു. സോ ഇങ്ങനെയുള്ള ആൾക്കാരുടെ പാറ്റേൺ അവർ CBP അല്ലെങ്കിൽ അവരുടെ നമ്മുടെ CIS മാപ്പ് ചെയ്യും. സോ അങ്ങനെയുള്ള ആൾക്കാരെയാണ് അവർ ഫ്രീക്വന്റ് ട്രാവലേഴ്സ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു പാറ്റേണിൽ പെടുത്തുക എന്നുള്ളത്. ആ പാറ്റേൺ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻസ് ആണ്. സോ ഇപ്പം നിങ്ങൾ ഓരോ തവണ നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോഴും ഈ പാറ്റേൺ എങ്ങനെ ഉണ്ടാവുന്നു, ആ പാറ്റേൺ എങ്ങനെ നമുക്ക് പക്ക ലെജിറ്റിമേറ്റ് ആയിട്ട് അവരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുമാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സോ അടുത്തായിട്ട് പറയാനുള്ളത് പൊട്ടൻഷ്യൽ ഇമിഗ്രന്റ് റെഡ് ഫ്ലാഗ് എന്ന് പറയും. അതായത് നിങ്ങൾ ഓരോ പ്രാവശ്യവും ട്രിപ്പ് പോകുന്നു. ഇപ്പം ഞാൻ പോയിട്ട് നവംബറിൽ പോയിട്ട് അടുത്ത ഒരു 6 മാസം ആദ്യം തൊട്ട് മുമ്പ് നാട്ടിലോട്ട് വരുന്നു. എന്നിട്ട് പിന്നെയും ഒരു ഷോർട്ട് ഗ്യാപ്പിൽ പിന്നെയും പോകുന്നു. സോ അപ്പോൾ ഈ B1 B2 വിസയിൽ നിങ്ങൾക്ക് താമസിക്കാൻ പറ്റുന്ന പീരീഡ് എന്ന് പറയുമ്പോൾ 6 മാസമാണെങ്കിൽ അപ്പോൾ 5 മാസം അവിടെ താമസിച്ചിട്ട് 6-ാം മാസം നിങ്ങൾ എക്സിറ്റ് ആവുന്നു. അത് കഴിഞ്ഞ് ഇന്ത്യയിൽ വന്നിട്ട് ഒരു 2 മാസം കഴിയുമ്പോൾ പിന്നെയും പോകുന്നു. സോ ഇങ്ങനെയുള്ള ട്രാവലേഴ്സ് തന്നെയാണ് ഒരു പൊട്ടൻഷ്യൽ റെഡ് ഫ്ലാഗ്, ഒരു പൊട്ടൻഷ്യൽ ഇമിഗ്രന്റ് റെഡ് ഫ്ലാഗ് എന്ന് പറയുന്ന കാറ്റഗറിയിലേക്ക് അവർ മാപ്പ് ചെയ്യുന്നത്. ഇത് ഇങ്ങനെ ചെയ്യുന്ന പ്രകാരം നിങ്ങളുടെ ചില വിസ ചിലപ്പം റിവോക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ചിലപ്പോൾ എൻട്രി ഡിനൈ ചെയ്യാനും മേ ബി നിങ്ങളുടെ വിസ ഫുള്ളായിട്ട് ക്യാൻസൽ ചെയ്യാനുമുള്ള സാഹചര്യമുണ്ട്. പിന്നെ എല്ലാ ട്രിപ്പിൻ്റെ അവസാനവും നിങ്ങൾ നാട്ടിലേക്ക് വരിക, നിങ്ങളുടെ സ്ട്രോങ് ടൈസ് ഷോ ചെയ്യാം. സബ്സീക്വൻ്റ് ആയിട്ടുള്ള ട്രിപ്പുകൾ പെട്ടെന്ന് വരിക, പെട്ടെന്ന് പോകുക എന്നുള്ള ട്രിപ്പുകൾ അത് ഇല്ലീഗൽ അല്ല. പക്ഷെ നിങ്ങൾക്ക് ഒരു കൃത്യമായിട്ടുള്ള റീസൺ അവരുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റണം. എല്ലാ പ്രാവശ്യം പോയിട്ട് 5 മാസം 6 മാസം കറക്റ്റ് സ്റ്റേ ചെയ്തിട്ട് തിരിച്ചു വന്ന് പിന്നെ 1 മാസം കഴിഞ്ഞ് പോകുന്ന ആ ഒരു പാറ്റേൺ ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ ഒരു പൊട്ടൻഷ്യൽ ഇമിഗ്രന്റ് റെഡ് ഫ്ലാഗ് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും. അടുത്ത സെക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഹൗ ടു എക്സ്പ്ലെയിൻ യുവർ ട്രിപ്പ് ക്ലിയർലി. അതായത് ഓരോ പ്രാവശ്യം നിങ്ങൾ അമേരിക്കയിൽ പോകുമ്പോഴും ട്രിപ്പിനെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ തയ്യാറായിട്ടിരിക്കുക. എന്ന് വെച്ചാൽ പോർട്ട് ഓഫ് എൻട്രിയിൽ CBP ഓഫീസേഴ്സ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അവരുടെ ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം പറയാനായിട്ട് തയ്യാറായിരിക്കുക. ദ ഗോൾഡൻ റൂൾ ഓൾവേസ് ഹാവ് എ ലെജിറ്റിമേറ്റ് പർപ്പസ് ആൻഡ് എ ഡോക്യുമെന്റഡ് ട്രാവൽ ഇൻറ്റൻറ്റ്. അതായത് നിങ്ങൾ പോകുന്ന ഒരു പർപ്പസ് ലെജിറ്റിമേറ്റ് ആയിരിക്കണം, ഡോക്യുമെന്റഡ് ആയിട്ടുള്ള ഒരു ഇൻറ്റൻറ്റ് നിങ്ങൾക്ക് പോർട്ട് ഓഫ് എൻട്രിയിൽ കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ ഓഫീഷ്യലിന് മുമ്പിൽ പ്രൂവ് ചെയ്യാൻ പറ്റണം. എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ബിസിനസ് മീറ്റിംഗ്, അവിടെ നിന്നൊരു ഇൻവിറ്റേഷൻ കാണിക്കാം. ടൂറിസം ആണെങ്കിൽ വിത്ത് ഐറ്റിനറി, ഹോട്ടൽ റൂം ബുക്കിംഗ്സ് കാണിക്കാം. ഫാമിലി വിസിറ്റ് ആണെങ്കിൽ റിലേറ്റീവ്സിൻ്റെ ലെറ്റർ കാണിക്കാം, പ്രൂഫ് ഓഫ് ടൈസ് കാണിക്കാം. സോ ഇതേപോലുള്ള കൃത്യമായ ഡോക്യുമെന്റഡ് ഇൻറ്റൻറ്റും ലെജിറ്റിമേറ്റ് പർപ്പസും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വർഷത്തിൽ 6 പ്രാവശ്യം US പോകുന്നതിനും ഒരു കുഴപ്പമില്ല. So have your purpose and intent ready before the official every time you visit United States. നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഗെറ്റിംഗ് എ US വിസ ഡസ് നോട്ട് ഗ്യാരണ്ടി യുവർ എൻട്രി ടു ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അത് USCIS തന്നെ നിങ്ങൾക്ക് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അമേരിക്കയിൽ എത്തണോ എൻട്രി നിങ്ങൾക്ക് തരണമോ തീരുമാനിക്കുന്നത് കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞ ഓഫീസറാണ്. ആ ഓഫീസർ നിങ്ങളുടെ ഇൻറ്റൻറ്റും പർപ്പസും വ്യക്തമായില്ല, അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് അത് ഫേക്ക് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻട്രി ഡിനൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഓൾറെഡി നമ്മുടെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. 10-30 ചോദ്യങ്ങൾ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതല്ലാതെ ഇപ്പം കോമൺ ക്വസ്റ്റ്യൻസിന് വേണ്ടി എപ്പോഴും പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. വൈ ആർ യു ബാക്ക് സൂൺ, വാട്ട് ഡു യു ഡു ഫോർ എ ലിവിങ്, ഹൗ ലോങ് ഡു യു പ്ലാൻ ടു സ്റ്റേ. ഇതേപോലുള്ള കോമൺ ക്വസ്റ്റ്യനെ ആൻസർ ചെയ്യാനായിട്ടുള്ള അതിൻ്റെ പ്രൂഫുകളും ഡോക്യുമെൻസും ഒക്കെ കരുതി വയ്ക്കുക.
എപ്പോഴും അവരുടെ മുമ്പിൽ നമ്മൾ ബി ഹോണസ്റ്റ്, ബി കോൺഫിഡൻറ്റ്, അല്ലാതെ ഒന്നും വെച്ച് കെട്ടിയൊന്നും പറയേണ്ട ആവശ്യമില്ല. റിയലായിട്ടുള്ള കാര്യങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യുക. നിങ്ങളുടെ റിട്ടേൺ ടിക്കറ്റ്, അത് ഡമ്മി ടിക്കറ്റ് അല്ലെങ്കിൽ കൂടെ റിട്ടേൺ ടിക്കറ്റ്, പിന്നെ നിങ്ങളുടെ ജോബിൻ്റെ പ്രൂഫ്, ട്രാവൽ പ്ലാന്, ഇതൊക്കെ നിങ്ങളുടെ എപ്പോഴും ഡോക്യുമെൻറ്റഡ് ആയിട്ട് നിങ്ങളുടെ ഫോൾഡറിൽ കരുതുക എന്നുള്ളതാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ CBPയുടെ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അടുത്ത സെക്ഷൻ എന്ന് പറയുമ്പോൾ വിസ റിന്യൂവൽ സ്ട്രാറ്റജിയാണ് ആഫ്റ്റർ ഫ്രീക്വൻറ്റ് യൂസ്. നിങ്ങളൊരു ഫ്രീക്വൻറ്റ് ട്രാവലറാണ്, B1 B2 വിസയിൽ ഫ്രീക്വൻ്റ് ആയിട്ട് ട്രാവൽ ചെയ്ത ഒരാളാണെന്നുണ്ടെങ്കിൽ വെൻ യു ഗോയിങ് ടു റിന്യൂ ദ വിസ, ഒഫീഷ്യലിൻ്റെ ഒക്കെ നിങ്ങൾക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. എന്തുകൊണ്ട് നിങ്ങൾ വൈ യു ട്രാവൽ സോ ഓഫൺ എന്ന ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ I-94 റെക്കോർഡ്സ് ചെക്ക് ചെയ്യുക അവർക്ക്. അപ്പോൾ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ കൊണ്ടുപോകുക, പാസ്റ്റ് ട്രിപ്സിൻ്റെ ഡോക്യുമെൻറ്റ്സ് കൊണ്ടുവരിക, ഹോം ടൈസിൻ്റെ ഡോക്യുമെൻറ്റ്സ് കൊണ്ടുവരിക, ഓരോ ട്രിപ്പിനിടയിലുള്ള ഗ്യാപ്പുകൾ പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. എന്തുകൊണ്ടാണ് നിങ്ങൾ ഓവർ സ്റ്റേ ചെയ്യാതിരുന്നത്, എന്തായിരുന്നു നിങ്ങളുടെ പർപ്പസ്, എന്തായിരുന്നു നിങ്ങളുടെ ഇൻറ്റൻറ്റ്, അതൊക്കെ അവരുടെ മുമ്പിൽ നിങ്ങൾ പ്രസൻറ്റ് ചെയ്യേണ്ടി വരും. സോ ദിസ് ഈസ് ജസ്റ്റ് റിഗാർഡിങ് ദ വിസ റിന്യൂവൽ സ്ട്രാറ്റജി ഫോർ എ ഫ്രീക്വൻറ്റ് B1 B2 വിസ ട്രാവലർ. സോ അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഹൗ ടു ചൂസ് ദ റൈറ്റ് ട്രാവൽ ഇൻറ്റൻറ്റ് എവറി ടൈം യു വിസിറ്റ് US. അപ്പോൾ സോ നിങ്ങൾ ഓൾവേസ് നിങ്ങൾ ട്രാവലിൽ നിങ്ങളുടെ കറക്റ്റ് ഇൻറ്റൻറ്റുമായിട്ട് അലൈൻഡ് ആയിരിക്കണം. ഡോണ്ട് മിക്സപ്പ് ടൂറിസ്റ്റ്, ബിസിനസ് ആൻഡ് അതർ കാറ്റഗറീസ് ഓൺ ദ സെയിം ട്രിപ്പ്. അതായത് ഒരു ട്രിപ്പിൽ തന്നെ ഇപ്പം B1 B2 വിസ നിങ്ങൾക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ B1 ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം ബിസിനസ്സും, B2 ആണെങ്കിൽ ടൂറിസ്റ്റും, അത് മിക്സ് ചെയ്യരുത്. ഇപ്പം ഒരു കല്യാണത്തിന് പോകുന്നതിൻ്റെ കൂടെ നിങ്ങളൊരു ബിസിനസ് മീറ്റിങ്ങിന് പോകുമെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ റെഡ് ഫ്ലാഗ്. So always the purpose should be clear. If you're going on a B1 visa, you should be ready to show the documents of a meeting, trade show, business meetings and so on. അപ്പോൾ ടൂറിസം ആണെങ്കിൽ ഇപ്പോൾ അവിടുത്തെ നാഷണൽ പാർക്കുകളോ സിറ്റി ടൂറോ അല്ലെങ്കിൽ ടൂറിസ്റ്റ് പാക്കേജുകളോ ഐറ്റ്നറിയോ നിങ്ങളുടെ ട്രാവൽ പ്ലാനോ അങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കാൻ തയ്യാറാവണം. ഫാമിലി വിസിറ്റ് ആണെങ്കിൽ നിങ്ങൾ വെഡ്ഡിങ് അറ്റൻഡ് ചെയ്യുന്നു, ബർത്ത്ഡേ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുന്നു, അങ്ങനെയുള്ള എൻഗേജ്മെൻറ്റ് അറ്റൻഡ് ചെയ്യുന്നു, അങ്ങനെയുള്ള ഫാമിലി ഫംഗ്ഷൻസിൻ്റെ അതിൻ്റെ ഇൻവിറ്റേഷനോ അല്ലെങ്കിൽ അവരുടെ ഇൻവിറ്റേഷൻ ലെറ്ററോ ഒക്കെ നിങ്ങൾക്ക് കാണിക്കാം. അപ്പോൾ നിങ്ങളുടെ പർപ്പസ്, നിങ്ങളുടെ റൈറ്റ് ഐറ്റ്നറി നിങ്ങൾ ചൂസ് ചെയ്യണം. ബേസ്ഡ് ഓൺ യുവർ പർപ്പസ് ആൻഡ് ഇൻറ്റൻറ്റ് യു നീഡ് ടു ഹാവ് ദ ഐറ്റ്നറി പ്രിപ്പയർഡ് വിത്ത് എ സോളിഡ് ഡോക്യുമെൻറ്റഡ് പ്രൂഫ്. സോ ദ I-94 ട്രാവൽ ഹിസ്റ്ററി എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ കോമ്പാറ്റിബിലിറ്റി എൻട്രി റെക്കോർഡ്സും വിസ ഒഫീഷ്യൽ അല്ലെങ്കിൽ CBP ഓഫീഷ്യൽ ചെക്ക് ചെയ്യാൻ പറ്റും. സോ നിങ്ങളുടെ I-94 എന്ന് പറയുമ്പോൾ ഒരു പബ്ലിക് റെക്കോർഡാണ്. ഇത് പർപ്പസ് ഓഫ് ട്രാവലും നിങ്ങളുടെ I-94 റെക്കോർഡും തമ്മിൽ മാച്ച് ആയില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ട്രിപ്പ് ഡ്യൂറേഷനും നിങ്ങൾ പറയുന്ന ഡോക്യുമെൻറ്റും തമ്മിൽ ബന്ധമില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ റെഡ് ഫ്ലാഗ്. ആൻഡ് നിങ്ങളുടെ ഓരോ ട്രിപ്പ് കഴിയുമ്പോഴും I-94 നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക, അത് കീപ്പ് ചെയ്യുക, ഡോക്യുമെൻ്റ് ചെയ്യുക. പിന്നെ എപ്പോഴും ഒരു കൺസിസ്റ്റൻ്റ് ആയിരിക്കണം വിസ ആപ്ലിക്കേഷനും CBP ഇൻ്റർവ്യൂവും I-94 റെക്കോർഡും കൺസിസ്റ്റൻ്റ് ആയിട്ട് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ I-94 കൃത്യമായിട്ട് ഡൗൺലോഡ് ചെയ്ത് മോണിറ്റർ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ എൻട്രിയിലും നിങ്ങളുടെ എക്സിറ്റിലും ഒക്കെ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നിങ്ങളുടെ ഫ്രീക്വൻറ്റ് ട്രാവലറാണ്, B1 B2 വിസയിൽ നിങ്ങൾ അടിക്കടി ട്രാവൽ ചെയ്യുന്ന ആളാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വളരെയധികം പ്രശ്നങ്ങളുണ്ടാകും. അതിന് നമുക്കിതെല്ലാം കൂടെ ചുരുക്കിയിട്ട് ഗോൾഡൻ റൂൾസ് നമുക്ക് പറയാം. ഓൾവേസ് ട്രാവൽ വിത്ത് ഡോക്യുമെൻറ്റേഷൻ. കീപ് എവറി ട്രിപ്പ് ഷോർട്ട്, നെസറി ആൻഡ് വെൽ എക്സ്പ്ലെയിൻ. നിങ്ങളൊരു 6 മാസം കൃത്യമായിട്ട് താമസിക്കുന്നില്ല, രണ്ടും ആവശ്യമുള്ള സമയം താമസിക്കുക, തിരിച്ചു വരിക എന്നുള്ളതാണ്. അവോയ്ഡ് ബിക്കമിങ് പാർട്ട് ടൈം റെസിഡൻറ്റ്. ഒരിക്കലും ഒരു പാർട്ട് ടൈം റെസിഡൻറ്റ് ആകരുത്. പിന്നെ ഡോണ്ട് ട്രീറ്റ് ടൂറിസ്റ്റ് വിസ ലൈക്ക് എ വർക്ക് ഓർ സ്റ്റഡി വിസ. ഇത് ടൂറിസ്റ്റ് വിസയാണ്. ആസ് യു ഓൾറെഡി നോ, യു ആർ നോട്ട് അലൗഡ് ടു വർക്ക് ഓൺ ദിസ് വിസ. പിന്നെ നിങ്ങൾ പറഞ്ഞ പോലെ ഹാവ് എ കൺസിസ്റ്റൻറ്റ് ആൻഡ് ഡോക്യുമെൻറ്റഡ് പാറ്റേൺ ഓഫ് ട്രാവൽ. ഡൗൺലോഡ് യുവർ I-94, കീപ് യുവർ ട്രാവൽ റെക്കോർഡ്സ്, ഐറ്റ്നറി, എവറിത്തിങ്. അപ്പോൾ ഇതുവരെ കണ്ട വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം നിങ്ങൾ B1 B2 വിഷയമുള്ള നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ അറിയിക്കുക. എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് എപ്പോഴും റെസ്പോൺസ് തരും. അപ്പോൾ താങ്ക്സ് അഗൈൻ ഫോർ വാച്ചിങ് ഗൈസ്, ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ഓൾ യുവർ സപ്പോർട്ട്. Wish you all a happy rainy season. Take care. Bye-bye.